ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ മുടി കൊഴിച്ചിലാണ്. മുടി പൊട്ടിപ്പോണു, മുടി മുഴുവനും ഒരു വോളിയോ ഇല്ല, ആകെ വല്ലാണ്ടിരിക്കുന്നു എന്നൊക്കെയുള്ള പരാതിയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള നല്ലൊരു ട്രീറ്റ്മെൻറ്റ് ആയിട്ട് തന്നെ കൂട്ടാം കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് എടുക്കേണ്ടത് ഫ്ലാക്സീഡാണ് കേട്ടോ. ഫ്ലാക്സീഡ് എന്ന് പറഞ്ഞാൽ ചണവിത്ത്. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ എന്താ? ഇവയിൽ അടങ്ങിയിരിക്കുന്ന ഒമേഗ ഫാറ്റി ആസിഡുകൾ, പ്രോട്ടീന്, അതുപോലെ ആൻറ്റി ഓക്സിഡൻസ് എല്ലാം മുടി കൊഴിച്ചിലിനെ തടയാൻ സഹായിക്കുന്നതാണ്. എന്നിട്ട് മുടികളുടെ വേരുകളെ ബലപ്പെടുത്തുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മളൊരു 4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അതൊന്ന് കുക്കറിനകത്ത് വേവിക്കാനായിട്ട് വെക്കണം. അപ്പം ഈ സമയത്ത് നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നിട്ടുള്ളവർ ഒന്ന് അത് ചെയ്തേക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അതിനും മടി കാണിക്കരുത് കേട്ടോ. ഇനി നമുക്കതിനെ ഒന്ന് കുക്കറിനകത്ത് വെച്ച് ഒരു 5 അടി കൊടുക്കാം കേട്ടോ. നന്നായിട്ട് അതൊന്ന് വെന്തോട്ടെ. അത് നന്നായിട്ട് വെന്താലേ അതിൻ്റെ പൾപ്പ് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അതങ്ങോട്ട് നടക്കുന്ന സമയത്ത് നമുക്കിപ്പുറത്ത് വേറെ പരിപാടിയുണ്ട്. ഇതിനകത്ത് ചേർക്കാൻ തന്നെയുള്ള ഒരു അലോവരയുടെ ഒരു ജെല്ല് വേണം കേട്ടോ. അലോവര ജെല്ല് ഞാൻ എടുക്കുന്നത് പ്ലാന്റാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അലോവര ജെല്ല് വാങ്ങിക്കുന്നത് എടുക്കാം. അപ്പോൾ അലോവരയുടെ ഗുണങ്ങൾ പറഞ്ഞാൽ മുടി കൊഴിച്ച് തടയാൻ പറ്റും, മുടി വളരാൻ സഹായിക്കുന്നു, ഇതിലുള്ള പ്രോട്ടിയോലൈറ്റിക് എൻസൈംസ് ഇതിനെല്ലാം സഹായിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ അതെടുത്ത് നമ്മൾ ഒരു പാത്രത്തിൽ അതിൻ്റെ കറ കളയാനൊന്ന് കുത്തി നിർത്തണം. അതിനുശേഷം നമുക്ക് നമ്മുടെ ഫ്ലാക്സീഡ് എന്തായെന്ന് നോക്കാം. ഫ്ലാക്സീഡ് ഇപ്പം നന്നായിട്ട് വെന്ത് ഇരിപ്പുണ്ട്. ഇതിനെ കണ്ടോ, ഇത് ജെല്ലി പോലെ ഇരിക്കുന്നത് കേട്ടോ. ജെല്ലി പോലെ ഇരിക്കുന്ന ഫ്ലാക്സീഡ് നന്നായിട്ടൊന്ന് ആറാനായിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി നമുക്ക് അലോവര ശരിയാക്കി എടുക്കാം. അത് നമ്മൾ കറയെല്ലാം പോകാൻ വെച്ചിരിക്കുകയാണ്. അതിൻ്റെ 3 ഇലയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അലോവരയുടെ ഗുണങ്ങൾ പറയുവാണെങ്കിൽ മുടി കൊഴിച്ചിൽ തടയാനും മുടിയെല്ലാം നന്നായിട്ട് വളരാനും സഹായിക്കും. ഇതിനകത്തൊരു സംഭവമുണ്ട്, പ്രോട്ടിയോലൈറ്റിക്കൽ എൻസൈംസ് ഉള്ള ഒരു ഇലയാണിത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഫ്ലഷാണ് നമുക്ക് എടുക്കേണ്ടത്. ആ ഫ്ലഷ് നമ്മൾ അതിനെ നെടുക കീറിയിട്ട് ഒരു സ്പൂൺ വെച്ച് പതുക്കെ വരച്ച് ഇങ്ങോട്ട് എടുക്കാവുന്നതേ ഉള്ളേ. അപ്പോൾ അത് നമ്മൾ ഈ മുരിങ്ങയ്ക്കൊക്കെ എടുക്കത്തില്ല, മുരിങ്ങയ്ക്കയുടെ അകത്ത് ഫ്ലഷ് എടുക്കുന്നത് നമ്മൾ സെയിം രീതിയിലാണ്. സ്പൂൺ വെച്ച് ഇങ്ങനെ വലിച്ച് വടിച്ചെടുക്കുമ്പോൾ ഇങ്ങനെ വീഴും കേട്ടോ. അപ്പോൾ അതിനെ അങ്ങനെ എടുത്താൽ മതി. അപ്പോൾ അത് ഇച്ചിരി ഈ വല്ലാണ്ട് തെന്നുന്ന ടൈപ്പാണ് കേട്ടോ. തെന്നുന്ന ടൈപ്പായതുകൊണ്ട് നമുക്ക് എടുക്കാനൊരു സ്വല്പം പ്രയാസം വരും. ഇതെടുക്കാത്തവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന അലോവര ജെല്ലും വേണമെങ്കിൽ ഇതിനകത്ത് ഇടാം. ഇതാകുമ്പം കുറച്ചുകൂടെ ഗുണം ഉണ്ടാകുമല്ലോ. അത് മാത്രമല്ല, നമ്മുടെ വീട്ടിലെ മുറ്റത്ത് ഇത് ധാരാളം ഉണ്ട്. അതുകൊണ്ട് അതിൽ നിന്ന് 2-3 എണ്ണം പറിച്ചിട്ടു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പം നമ്മളിപ്പം നമ്മുടെ ഫ്ലാക്സീഡ് എന്തായെന്ന് നോക്കാം. ഫ്ലാക്സീഡ് ഇപ്പം എന്താണ്ട് വെന്ത് നന്നായിട്ടിരിപ്പുണ്ട്. അതിൻ്റെ കുക്കർ തുറന്ന് നോക്കിയപ്പം ഞാൻ പറഞ്ഞല്ലോ ജെല്ല് ഇപ്പം വെന്തതും ഞാൻ പറഞ്ഞു. ഇപ്പം ഇതാറി നല്ല ചൂടൊക്കെ പോയി റെഡി ആയിട്ടിരിക്കുക. ഇനി ഇതിനെ നമുക്കൊരു മിക്സിക്കകത്തിട്ട് നന്നായിട്ട് അടിക്കണം. ഒരു 3-4 അടി അടിക്കണം കേട്ടോ. എന്നാലേ അതിൻ്റെ ആ ഫ്ലഷ് മുഴുവൻ നമുക്ക് കിട്ടത്തുള്ളൂ. അതിൻ്റെ അകത്തുള്ള ആ ഫ്ലഷ് നല്ല അകത്തുള്ള ഇത് കിട്ടണമെങ്കിൽ നമുക്ക് ഇതും ജെല്ല് പോലെ തന്നെ ഇരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് എല്ലാ ഐറ്റംസും നല്ല ജെല്ലി ടൈപ്പാണ് കേട്ടോ. അപ്പോൾ ഇതിനെ നമ്മൾ മിക്സിക്കകത്ത് അടിച്ചെടുത്ത് കഴിയുമ്പം അതിനെ നമുക്കൊരു അരിപ്പയ്ക്കകത്തേക്ക് അരിച്ചെടുക്കണം കേട്ടോ. അരിപ്പ വലിയ വട്ടമുള്ള കുറച്ച് വലിയ ഇതുള്ള അരിപ്പയുടെ ദ്വാരത്തിന് ഇച്ചിരി വലിപ്പം കൂടിയ ദ്വാരമുള്ള ഇതുണ്ട്, അതിനകത്ത് നമ്മൾ എടുക്കുക. എന്നിട്ട് അതിനെ നമ്മൾ ഒന്നില്ലെങ്കിൽ ഒരു തവി വെച്ച് അല്ലെങ്കിൽ ഇതുപോലെ പ്രസ് ചെയ്യുന്ന ആ സംഭവം വെച്ച് ഇതിനെ കറക്കി നന്നായിട്ടൊന്ന് ഇടിച്ചിടിച്ച് ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് അതിൻ്റെ അകത്തുള്ള ആ പൾപ്പെല്ലാം അതിൻ്റെ അകത്തേക്ക് വീഴും. നമ്മളൊരു പാത്രത്തിലേക്ക് വീഴ്ത്തണം. പാത്രത്തിലേക്ക് എടുത്തു കഴിയുമ്പം ഇനി ഇതിൻ്റെ വേറൊരു കാര്യം പറഞ്ഞാൽ, ഇതുണ്ടല്ലോ ഫ്ലാക്സീഡിൻ്റെ ഈ ജെല്ലെല്ലാം നമ്മൾ എടുത്തു കഴിഞ്ഞാലുള്ള അതിൻ്റെ വേസ്റ്റ് ആണെങ്കിലും നമുക്കെല്ലാം ചെടിച്ചോട്ടിലൊക്കെ ഇടാൻ കൊള്ളാം. നല്ല വെജിറ്റബിൾസിൻ്റെയും പ്ലാന്റ്സിൻ്റെയൊക്കെ ചോട്ടിലിടാൻ കൊള്ളാം. നല്ല പ്രോട്ടീനും ഒക്കെ അടങ്ങിയ സംഭവമെന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് നല്ല ചെടിയുടെ വളർച്ചയ്ക്ക് നല്ലതാണ്. അപ്പോൾ ഇതെടുത്തതിൻ്റെ ബാക്കി ഇതിൻ്റെ കൊന്ത് കൊണ്ട് നമ്മുടെ ചെടിയുടെ അകത്ത് ഇടാവുന്നതാണ്. ഇപ്പം നമുക്ക് ജെല്ലി കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ അകത്തെ പൾപ്പ് ജെല്ലി ടൈപ്പാണ് കേട്ടോ. ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ഇവിടെ വെച്ചിരിക്കുന്ന അലോവരയുണ്ട്. അലോവര എടുത്ത് ഒരു മിക്സിക്കകത്തിട്ട് ഒന്ന് കറക്കിയെടുക്കണം. അതും ഇങ്ങനെ വല്ലാണ്ട് കഷ്ണമായിട്ട് കിടന്നുകൂടല്ലോ. അതുകൊണ്ട് അതൊരു 2-3 കറക്കുമ്പോൾ നല്ല ഇതുപോലെ വരും കണ്ടോ. അത് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അലോവരയുടെ ജെല്ല് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തു.
ഇപ്പം നമ്മൾ 2 ഐറ്റംസ് ഒഴിച്ച് കഴിഞ്ഞു. ഇനി ഇതിനെ രണ്ടിനെയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യാൻ നമുക്ക് വേണമെങ്കിൽ ആ ഗ്രേറ്റർ ഉണ്ടെങ്കിൽ ഇതുപോലത്തെ കൈവച്ച് കലക്കുന്ന സംഭവം ഉണ്ടെങ്കിൽ അതിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇത് ചെയ്യുക. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പം അടുത്ത ഒരൈറ്റം കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാനുണ്ട്. അതായത് നമ്മുടെ ഒലിവ് ഓയിൽ. ഒലിവ് ഓയിൽ എന്ന് പറഞ്ഞാലും ചില്ലറക്കാരനൊന്നും അല്ല കേട്ടോ. ഒലിവ് ഓയിലിനകത്തുള്ള വിറ്റാമിൻ ഇ, ആൻറ്റി ഓക്സിഡൻസ് ഇതെല്ലാം നമ്മുടെ മുടിയുടെ വരൾച്ച മാറ്റും കേട്ടോ. മുടി വരണ്ടിരിക്കുന്ന ഇത് മാറ്റിയിട്ട് അതിനെ മോയ്സ്ചറൈസ് ചെയ്യാൻ നന്നായിട്ട് സഹായിക്കുന്ന സാധനമാണ്. അപ്പോൾ ഇത് മുടി ഇഴകളെ ബലപ്പെടുത്തി മുടി കൊഴിച്ചിൽ കുറയാൻ, പിന്നെ താരനലവ് അഥവാ ഡാൻഡ്രഫ് കുറയാനും സഹായിക്കും. ഇനി ഒഴിക്കേണ്ടത് നമ്മുടെ ഒലിവ് ഓയിലാണ്. അത് 2 ടേബിൾ സ്പൂണാണ് ഒഴിക്കേണ്ടത്. അപ്പം 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിനെ വീണ്ടും നമ്മൾ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇതിനെ ഇതിപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടുള്ളത് കൊണ്ട് ഇത് ഇത്രയും വേണ്ടി വരത്തില്ല. അപ്പോൾ ഇതെടുത്ത് ബാക്കി ഫ്രിഡ്ജ് വെച്ചിട്ട് ആവശ്യമുള്ളതെടുത്ത് പുറത്ത് വെച്ച് മുടിയിൽ തണുപ്പ് മാറിയതിന് ശേഷം തേച്ച് പിടിപ്പിക്കുക. മുടിയിലെല്ലാം നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം അരമണിക്കൂർ കഴിഞ്ഞിട്ട് കഴുകിക്കളയുക. നിങ്ങളുടെ മുടി നന്നായിട്ട് തഴച്ച് വളരും, മുടി കൊഴിച്ചിൽ നിൽക്കും, മുടിയുടെ വോളിയം കൂടും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്.